So dear students, we were discussing about ISO OSI reference model. As I told you, there are 7 layers in the OSI model, out of which we studied the first 3. That is the physical layer, the data link layer and network layer. Each of these layers have various functions to perform, and we have seen what each layer does as part of their functioning. Now, just before entering to the transport layer, we can recollect what I told about the network layer. See, in this diagram, you can see the activity of network layer, including routers being shown. ഇപ്പോൾ നിങ്ങൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ട്, സെൻറ്ററിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ഒരു ട്രാൻസ്മിഷൻ മീഡിയ കൂടെ ഡയറക്റ്റ് ആയിട്ടല്ല എത്തുന്നത്. സെൻറ്ററിൽ നിന്ന് ട്രാൻസ്മിഷൻ മീഡിയ കൂടി ഇത് റൗട്ടേഴ്സ് പോലുള്ള സ്വിച്ചിങ് ഡിവൈസസിൽ എത്തുക, ആ റൗട്ടറിൽ നിന്ന് മറ്റ് റൗട്ടറുകളിലേക്ക് ഇത് പ്രയാണം ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പല ഹോപ്സ് അഥവാ പല ഇൻ്റർമീഡിയറ്റ് നോഡ്സ് വഴി താണ്ടിയാണ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഏത് ഇൻ്റർമീഡിയറ്റ് നോഡാണ് ഈ പാക്കറ്റിന് പ്രോപ്പറായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള സ്വിച്ചിങ് ഡിവൈസസിന് പറയുന്ന പേരാണ് റൂട്ടേഴ്സ് ഓർ റൗട്ടേഴ്സ്. ഈ ഡയഗ്രാം സൂക്ഷിച്ചു നോക്കുക. ഹിയർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് എ കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് ഷോൺ. ഒരു എൻഡ് സിസ്റ്റമാണ്. അതുപോലെ മറ്റേതോ രാജ്യത്തിരിക്കുന്ന പോലെ കൺസിഡർ ചെയ്യാവുന്ന 2 എൻഡ് സിസ്റ്റംസ് വലത്തെ അറ്റത്ത് കാണിച്ചിരിക്കുന്നു, ഡി ആൻഡ് എഫ്. അപ്പോൾ നമുക്ക് ഡാറ്റ എയിൽ നിന്ന് അയക്കണം എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് 7 ലെയേഴ്സ് കാണും. ആ 7 ലെയറിൽ ഏറ്റവും അവസാനത്തെ 3 ലെയറിൻ്റെ ആക്ടിവിറ്റി ആണല്ലോ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മുകളിലോട്ടുള്ള ലെയറിനെ എൻ്റെ മെഷീൻ എയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ മുകളിലത്തെ ലെയർ, അതായത് 4ാമത്തെ ലെയർ ജോലി ചെയ്ത് ആ ജോലിയുടെ റിസൾട്ടാണ് 3ാമത്തെ ലെയറായ നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നത്. നെറ്റ്വർക്ക് ലെയർ തൻ്റെ ജോലി, അതായത് അഡ്രസ്സിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് ഡാറ്റ ലിങ്ക് ലെയർ കൊടുത്തു. ഡാറ്റ ലിങ്ക് ലെയർ അതിന് അഡീഷണൽ ആയിട്ടുള്ള എറർ കൺട്രോളിന് വേണ്ടുന്ന ഇൻഫർമേഷൻ, ഫ്ലോ കൺട്രോളിന് വേണ്ടുന്ന ഇൻഫർമേഷൻ, പിന്നെ അതുപോലെ ഫ്രെയിം ബൗണ്ടറീസ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് ഫിസിക്കൽ ലെയറിലേക്ക് കൊടുക്കും. ഫിസിക്കൽ ലെയർ അതിനെ സിഗ്നലാക്കി മാറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് ട്രാൻസ്മിഷൻ ചാനലിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ കാണുന്ന ബി എന്ന റോസ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് സിസ്റ്റത്തിലെത്തും, ഒരു ലിങ്ക് വഴി, ഒരു ട്രാൻസ്മിഷൻ മീഡിയ വഴി. അപ്പോൾ അവിടെ ഒരു പോയിന്റിൽ നിന്ന്, ഒരു ഹോപ്പിൽ നിന്ന് മറ്റൊരു ഹോപ്പിലേക്കുള്ള ഡെലിവറിയാണ്, ഡാറ്റ യൂണിറ്റിൻ്റെ ഡെലിവറിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ഒന്ന് ശ്രദ്ധിച്ചേ, അതിനെ ഒരു എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചിരിക്കുക. അതാണ് റൗട്ടർ. ഒരു റൗട്ടറിനകത്ത് സാധാരണ രീതിയിൽ 3 ലെയർ മാത്രമേ കാണൂ. നമ്മുടെ സാധാരണ എൻ്റെ മെഷീനിലാണ് 7 ലെയർ ഉള്ളത്. ആ റൗട്ടറിന് ആ റൗട്ടിംഗ് ജോലി പെർഫോം ചെയ്യാൻ ഈ 3 ലെയർ മാത്രം മതി. അത് അതിൻ്റെ ഫിസിക്കൽ ലെയർ സിഗ്നൽസിനെ കൺവെർട്ട് ചെയ്ത് സീറോസ് ആൻഡ് വൺസ് ആക്കുന്നു. ഡാറ്റ ലിങ്ക് ലെയർ അതിനെ ഫ്രെയിം ആക്കുന്നു. അത് തൊട്ട് മുകളിലേക്ക് നെറ്റ്വർക്ക് ലെയറിലെത്തുമ്പോൾ പാക്കറ്റിൻ്റെ രൂപത്തിൽ എത്തുന്നു. പാക്കറ്റിനകത്ത് അഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് അത് ആ റൗട്ടറിലെ നെറ്റ്വർക്ക് ലെയറിലെ റൗട്ടിംഗ് അൽഗോരിതംസ് ഉപയോഗിച്ച് പരിശോധിച്ച് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഏറ്റവും നല്ല വഴി കണ്ടുപിടിച്ച് ഇത് തിരിച്ചയക്കാനായിട്ട് പോവുകയാണ്. അത് അവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം റൗട്ടറിന് വേറെ ജോലിയൊന്നുമില്ല, റൗട്ടിംഗ് മാത്രമാണ്. ആ റൗട്ടിംഗ് പെർഫോം ചെയ്യുന്നതാണ് നിങ്ങൾ ആ ബി എന്ന് കാണിച്ചിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് മെഷീൻ്റെ ആക്ടിവിറ്റി. ആ പിന്നെ റോസ് കളറിൽ അകത്തേക്ക് കയറുന്ന സിഗ്നൽസ് പാക്കറ്റിൻ്റെ രൂപത്തിലായി അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് തിരിച്ചിറങ്ങി അടുത്ത റൗട്ടർ ലക്ഷ്യമാക്കി പോകുന്നു. ഇ എന്ന് കാണിച്ചിരിക്കുന്ന മറ്റൊരു ഇൻ്റർമീഡിയറ്റ് നോഡാണ്. അപ്പോൾ 2 വഴി കൂടെ പോകാം, ബിന്ന് സിയിലോട്ടും പോകാം, ഇയിലോട്ടും പോകാം. പക്ഷേ ഇ ആണ് ബി തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതാണ് നിങ്ങൾ റോസ് കളറിൽ കൊടുത്തിരിക്കുന്ന പാത്ത്. ഇയിലെത്തുമ്പോൾ ഇയിലും സെയിം 3 ലെയറിൻ്റെ ആക്ടിവിറ്റി കാരണം നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് നോഡ് അഥവാ റൗട്ടറിലേക്കാണ് നമ്മളുടെ കമ്പ്യൂട്ടറായ
ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറായി എഫ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വഴിയിലോട്ട് ഇത് അയക്കുന്നു. ഇത് എഫിൽ എത്തിച്ചേരുന്നു. എഫിൽ ഇതുപോലെ ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ലെയർ വഴി മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, അതാണ് ആരോ കാണിച്ചിരിക്കുന്നത് മുകളിലോട്ട് പോകുന്നത്. അത് 7 ലെയറും കടന്നു കഴിയുമ്പോഴത്തേന് അത് ഒറിജിനൽ ഡാറ്റയായി മാറും. ഇതാണ് ബേസിക്കലി നെറ്റ്വർക്ക് ലെയർ ചെയ്തതായിട്ട് നമ്മൾ പഠിച്ചത്. ഇതൊന്ന് റിക്കളക്ട് ചെയ്യാനായിട്ടാണ്. ഇനി അടുത്തത് ഏതാണ്? ഇപ്പോൾ എൻ്റെ മെഷീൻസ്, എൻ്റെ സിസ്റ്റംസ് ADF, ഇതിനകത്തൊക്കെ 7 ലെയറുണ്ട്. 7 ലെയറിലെ 3 ലെയറേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം നെറ്റ്വർക്ക് ലെയറിന് തൊട്ട് മുകളിൽ വരുന്ന 4ാമത്തെ ലെയറിൻ്റെ പേരാണ് ദ ട്രാൻസ്പോർട്ട് ലെയർ. ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ഓഫ് ദ എൻറ്റയർ മെസ്സേജ്. ഇപ്പോൾ ആക്ച്വലി ഒരു പൂർണ്ണമായിട്ടൊരു സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ലെയറായി നമ്മളുടെ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ മാറുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. റൗട്ടർ പോലും നമുക്ക് ഹാർഡ്വെയർ റൗട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ടുള്ള ഈ 3 ലെയർ പലപ്പോഴും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സെമി സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷനായിട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് സിസ്റ്റംസിൽ വരാം. എന്നാൽ ട്രാൻസ്പോർട്ട് ലെയർ ഒരു ട്രൂ സോഫ്റ്റ്വെയർ ലെയറാണ്. അവിടെ നമുക്ക് പ്രോസസ് ടു പ്രോസസ്, അതായത് ഒരു എൻഡ് മെഷീൻ്റെ പ്രോസസ്സിൽ നിന്ന് മറ്റൊരു എൻഡ് മെഷീൻ്റെ പ്രോസസ്സ് അഥവാ ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടായിട്ടുള്ള പ്രോഗ്രാം വരെ ഉള്ള ഡെലിവറി എൻഷുർ ചെയ്യുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. സോഫ്റ്റ്വെയർ പ്രോസസ് ടു സോഫ്റ്റ്വെയർ പ്രോസസ് ലെയർ അതാണ്. ദ ട്രാൻസ്പോർട്ട് ലെയർ എൻഷുവേഴ്സ് ദാറ്റ് ദ ഹോൾ മെസ്സേജ് അറൈവ്സ് ഇൻടാക്റ്റ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഒരു ഫയലിന് ഇപ്പം 10,000 കഷ്ണങ്ങളായിട്ടാണ് അയച്ചിരിക്കുന്നതെങ്കിൽ ഈ 10,000 കഷ്ണങ്ങളും തിരിച്ച് ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തിച്ചേർന്നോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഈ ട്രാൻസ്പോർട്ട് ലെയർ. അതും ഓർഡറിൽ തന്നെ, ഓർഡർ തെറ്റി വരുന്നതിനെല്ലാം ഓർഡറിൽ അടുക്കി പറക്കി വെക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്സേജ് അതേ സൈസിൽ അയക്കാൻ ഒക്കത്തില്ല. ഒരു ലാർജ് മെസ്സേജ്, ആ ലാർജ് മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഡാറ്റ യൂണിറ്റ്സ് ആക്കിയാണല്ലോ അയക്കുമ്പോൾ അത് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ലെയർ അഡ്രസ്സും ഒക്കെ ഫിറ്റ് ചെയ്ത് അയക്കുന്നത്. എന്തായാലും ഇത് ഡെസ്റ്റിനേഷനിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുമ്പോൾ ഈ എത്തിയ ചെറിയ ചെറിയ മെസ്സേജ് കഷ്ണങ്ങൾ അടുക്കി ഓർഡറിലാക്കി വെക്കുന്ന ജോലിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇറ്റ് ഓവർസീസ് ബോത്ത് എറർ കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ. അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ലെയറിലും എറർ കൺട്രോളും അതുപോലെ തന്നെ ഫ്ലോ കൺട്രോളിൻ്റെയും വർക്ക് ചെയ്യും. ഇപ്പോൾ മെസ്സേജിൻ്റെ രൂപത്തിൽ ഇത് എത്തിക്കഴിഞ്ഞ് ഏതെങ്കിലും മെസ്സേജ് എറർ ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ലെയർ. അപ്പോൾ ഒരു ഫംഗ്ഷൻ പ്രത്യേകിച്ച് ഒരു ലെയറിന് തന്നെ മാത്രം എന്ന് പറയാൻ ഒക്കത്തില്ല. അപ്പോൾ എറർ കൺട്രോള് അതിൻ്റേതായ പങ്ക് ട്രാൻസ്പോർട്ട് ലെയറും ചെയ്തു തരും. അതുപോലെ തന്നെ ഫ്ലോ കൺട്രോളും മറ്റ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ലെവൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് നോക്കാം. The first function of transport layer is segmentation and reassembly of messages. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, മെസ്സേജസിൻ്റെ കഷ്ണങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ജോലിയാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ലാർജ് മെസ്സേജിനെ കഷ്ണങ്ങളാക്കുക, എന്നിട്ട് കഷ്ണങ്ങളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക, ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇത് ഒരുമിച്ച് കൂട്ടി റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റുക. ഈ ടാസ്കിനെ പറയുന്നതാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി എന്ന് പറയുന്നത്. എ മെസ്സേജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ട്രാൻസ്മിറ്റബിൾ സെഗ്മെൻറ്റ്സ് വിത്ത് ഈച്ച് സെഗ്മെൻറ്റ് കണ്ടെയ്നിങ് എ സീക്വൻസ് നമ്പർ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മുകളിലായ സെഷൻ ലെയറിൽ നിന്ന് താഴോട്ട് വരുന്ന ഡാറ്റ യൂണിറ്റിനെ അതൊരു മെസ്സേജിൻ്റെ രൂപത്തിൽ, ലാർജ് മെസ്സേജിൻ്റെ രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ലെയറിന് കിട്ടുന്നതെങ്കിൽ transport layer will divide or split these large message into small segments. ഓരോ സെഗ്മെൻറ്റുകൾ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആക്കും ഒരു ലാർജ് മെസ്സേജിനെ. എന്നിട്ട് ഓരോ സെഗ്മെൻറ്റും നമ്മൾ കഷ്ണങ്ങളാക്കുമ്പോൾ അതിൻ്റെ ഓർഡർ പിൽക്കാലത്ത്, അതായത് ഡെസ്റ്റിനേഷൻ മെഷീനിൽ തിരിച്ചത് കൂട്ടി യോജിപ്പിക്കേണ്ടതല്ലേ ഒറിജിനൽ മെസ്സേജ്. അതിനുവേണ്ടി സീക്വൻസ് നമ്പർ ഉണ്ടാവും. ഒന്നാമത്തെ കഷ്ണം, രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ 10,000 അല്ലെങ്കിൽ 15,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ഉള്ള മെസ്സേജ് പീസസിനെല്ലാം നമ്പറിങ്ങും ചെയ്യും, കഷ്ണങ്ങളാക്കും, നമ്പറിങ്ങും ചെയ്യും. These numbers enable the transport layer in the destination to reassemble the message correctly. എന്തിനാണ് സീക്വൻസ് നമ്പർ കൊടുക്കുന്നത്? സീക്വൻസ് നമ്പർ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയർ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഡെസ്റ്റിനേഷനിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ
പറയുന്ന കഷ്ണങ്ങൾ എത്തിച്ചേരുമ്പോൾ അതിനെ തിരിച്ച് റീഅസംബിൾ ചെയ്യാനായിട്ട് ഈ സീക്വൻസ് നമ്പർ വേണം. അങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഒറിജിനൽ മെസ്സേജ് ആയിട്ട് മാറൂ. അപ്പോൾ 10,000 കഷ്ണങ്ങൾ അവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ അത് എറർ ഉണ്ടാവും ഡാറ്റയിൽ. ഓക്കെ, സോ at the destination and to identify and replace packets that were lost in transmission. അതുപോലെ തന്നെ ഈ അടുക്കി പറക്കുന്ന സമയത്ത് ഓർഡർ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ മെസ്സേജ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ വീണ്ടും പിന്നെ അയച്ച ആളുടെ കൂടെ പറഞ്ഞ് റീട്രാൻസ്മിറ്റ് ചെയ്തെടുത്ത് പിന്നെ അത് നിമിഷങ്ങൾക്കുള്ളിൽ പിന്നെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റാൻ ഒക്കും. ഈ ജോലി ചെയ്യുന്ന ലെയറാണ് ദ ട്രാൻസ്പോർട്ട് ലെയർ. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഫ്രം സെഷൻ ലെയർ എന്ന് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ആ ഫ്രം സെഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ആ ലാർജ് പീസിനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കുന്നതാണ് നിങ്ങൾ ഈ റോസ് കളറിലെ ആരോസ് കൊണ്ട് കാണിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ട്രാൻസ്പോർട്ട് ലെയറിൻ്റെതായ ഹെഡർ അതിനകത്ത് ആഡ് ചെയ്യും. കാരണം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേന് ഈ യൂണിറ്റ്സിനെ ഐഡൻറ്റിഫൈ ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന H4 എന്ന് പറയുന്ന ഹെഡർ എന്താകാനുള്ള ചാൻസസ് ഉണ്ട്? അതിലെ പ്രധാനം ഒന്ന് സീക്വൻസ് നമ്പർ. അതാണ് റെഡ് കളറിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഓരോ കൊച്ചു കൊച്ചു കഷ്ണത്തിനകത്തും ഡാറ്റ പാർട്ട് മേളിൽ നിന്ന് വന്നതിനോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ലെയർ അതിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യുന്ന ആ ചെറിയ ഇൻഫർമേഷനാണ് ഈ H4 എന്ന് കാണിച്ചിരിക്കുന്നത്. ഹെഡർ 4 എന്ന് പറഞ്ഞാൽ 4ാമത്തെ ലെയറിൽ നിന്ന് കിട്ടുന്ന ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിൻ്റെ ഹെഡിലും അതിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ്, നടുക്കാണ് യഥാർത്ഥ ഡാറ്റ ഇരിക്കുന്നത്. ആ യഥാർത്ഥ ഡാറ്റ മാത്രം മതി, പക്ഷേ അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഹെഡറും ട്രെയിലറും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഈ കൊച്ചു കൊച്ചു സെഗ്മെൻറ്റ്സ് ആണ് അടുത്ത താഴത്തെ ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഈ കൊച്ചു കൊച്ചു കഷ്ണങ്ങൾ താഴത്തെ നെറ്റ്വർക്ക് ലെയറിലെത്തും. നെറ്റ്വർക്ക് ലെയറിൽ എന്താണ് പിന്നെ നടക്കുന്നതെന്ന് അറിയാം. ഈ കഷ്ണങ്ങൾക്കാണ് പിന്നെ അഡ്രസ്സ് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഹെഡറും അതിൻ്റെ ട്രെയിലറും കൂടെ ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് അടുത്ത ഒരു യൂണിറ്റായിട്ട് മാറും, ഒരു പ്രത്യേക പേരിൽ പാക്കറ്റ് എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഇത് ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷൻ മെഷീനിലെ പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ മാത്രമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ എത്തുന്ന ഈ പാക്കറ്റിനെ അവിടെ കണ്ടില്ലേ എന്താ ചെയ്യുന്നത്? ഈ സെഗ്മെൻറ്റ്സിനെ എല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർ ഓർഡറിൽ എടുത്തു വെച്ചിട്ട് ഈ ഹെഡർ H4 എല്ലാം റിമൂവ് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ച് സെഷൻ ലെയറിലേക്ക് അത് കൊടുക്കും. ഓക്കെ, ആ 2 ആക്ടിവിറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ കൺട്രോൾ ആണ്. ദ ട്രാൻസ്പോർട്ട് ലെയർ ക്യാൻ ബി ഐദർ കണക്ഷൻലെസ് ഓർ കണക്ഷൻ ഓറിയൻറ്റഡ്. ഇപ്പോൾ കണക്ഷൻലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് ലെയറിനെ കണക്ഷൻലെസ് എന്നും കണക്ഷൻ ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യാൻ ഒക്കും. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ കണക്ഷൻലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it treats each segment as an independent packet and delivers it to the transport layer at the destination machine. അപ്പോൾ കണക്ഷൻലെസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിനെയും അതിനെ ഈച്ച് സെഗ്മെൻറ്റിനെ എടുത്ത് അതൊരു പാക്കറ്റാണ്, അതിന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ട്, അതിനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി സജ്ജമാക്കി അങ്ങ് അയക്കുകയാണ്. ഡെസ്റ്റിനേഷൻ ഏതാണ് എന്ന് ഉറപ്പുവരുത്തി ഇത് അവിടെ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും ഈ ട്രാൻസ്പോർട്ട് ലെയർ ടു ഡെസ്റ്റിനേഷൻ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ഇല്ല. അതായത് നമ്മൾ അയക്കുന്ന ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട് ആദ്യം ഒരു അഗ്രിമെൻറ്റ്, ഞാൻ ഡാറ്റ ഇപ്പോൾ അയക്കാൻ പോവുക, നിങ്ങളാണല്ലോ ഡെസ്റ്റിനേഷൻ, ഇതാ അയക്കാൻ പോവുക, അങ്ങനെയൊന്നുമില്ല. ഇത് ഇവിടുന്ന് പോകേണ്ടുന്ന പാക്കറ്റ് ഇതാണ്, അതിന് വേണ്ടുന്ന ഒരു ധൈര്യമുണ്ട്, അത് ഈ പാക്കറ്റ് അങ്ങ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കോളും എന്ന് അങ്ങനെ വെറുതെ അങ്ങ് സെൻഡ് ചെയ്യുന്നതിനെയാണ് കണക്ഷൻ ലെസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയർ ഉള്ള ചില നെറ്റ്വർക്കുകൾ നമുക്ക് നിർമ്മിക്കാം. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് എ കണക്ഷൻ വിത്ത് എ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ. അയക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ കമ്പ്യൂട്ടർ അയക്കുന്ന സെൻറ്ററിലെ കമ്പ്യൂട്ടറിലെ ട്രാൻസ്പോർട്ട് ലെയർ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ മെഷീനിലെ കമ്പ്യൂട്ടറിലെ ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടുന്ന പ്രോസസ്സ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഡാറ്റ ട്രാൻസ്മിഷൻ ആരംഭിക്കുകയും പിന്നെ ഈ പറയുന്ന സെഗ്മെൻറ്റ്സ് അയക്കുകയും ചെയ്യും. ഓക്കെ, അത് ചെറിയ നെറ്റ്വർക്കുകളിലൊക്കെയാണ് ഈ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്നത്. മാക്സിമം കണക്ഷൻലെസ് ആയിട്ടാണ് ഇത് പോകാറുള്ളത്. ഓക്കെ, ഇനി ആഫ്റ്റർ ഓൾ ദ ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ദ കണക്ഷൻ ഈസ് ടെർമിറ്റഡ്. അപ്പോൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അയക്കാനുള്ള ഡാറ്റ എല്ലാം സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ ആ കണക്ഷൻ വിച്ഛേദിക്കും. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ലെയറിനെയാണ് കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തത് ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. നിങ്ങൾക്കറിയാമല്ലോ ഈ പറഞ്ഞ ലാർജ് മെസ്സേജിനെ സെഗ്മെന്റ്സ് ആക്കി അയക്കുമെന്ന്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നത് പോലെ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫ്ലോ കൺട്രോൾ ആസ് എൻഡ് ടു എൻഡ് ആൻഡ് എറർ കൺട്രോൾ അറ്റ് പ്രോസസ് ടു പ്രോസസ് ലെവൽ. അപ്പോൾ എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ, അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ അയക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയറും പരിശോധിക്കും ഈ അയക്കുന്ന സെഗ്മെൻറ്റ്സ് എല്ലാം എത്ര വേഗത്തിൽ അയക്കണമെന്ന്. ഓക്കെ, നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് അയക്കുമ്പോഴും അതിൻ്റെ സ്പീഡ് കുറയ്ക്കുമല്ലോ, അതുപോലെ ട്രാൻസ്പോർട്ട് ലെയറും ആദ്യത്തെ ലെവലിൽ അത് കുറച്ച് അയക്കും. നെറ്റ്വർക്ക് ലെയറിലേക്ക് എത്തുമ്പോൾ നെറ്റ്വർക്ക് ലെയറും ഡാറ്റ ലിങ്ക് ലെയർ പിന്നെ ഫർദറായിട്ട് വീണ്ടും ഫ്ലോ കൺട്രോൾ ചെയ്യും. അങ്ങനെ രണ്ടുപേരും യോജിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതുപോലെ തന്നെ എറർ കൺട്രോളും പ്രോസസ് ഒരു പ്രോസസ്സിൽ നിന്ന് അയക്കുന്ന മെസ്സേജസ് എല്ലാം ഡെസ്റ്റിനേഷൻ മെഷീനിലെ ആ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൂട്ടി മിക്സ് ചെയ്യാൻ ഒക്കുന്ന രീതിയിലേക്ക് മാറ്റിയോ എന്ന് നോക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ സെഗ്മെൻറ്റ്സിന് എറർ ഉണ്ടോ എങ്കിൽ റീട്രാൻസ്മിഷനൊക്കെ ആവശ്യപ്പെടുന്ന മെക്കാനിസത്തെയാണ് എറർ കൺട്രോൾ മെക്കാനിസം ഇൻ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെഷൻ ലെയർ. നെക്സ്റ്റ്